സുജി സെഡിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് കപ്പ വെച്ചിട്ട് നമുക്ക് വളരെ രുചികരമായ ഒരു ബോണ്ട തയ്യാറാക്കാം. അതിനുള്ള റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ബോണ്ട ഉണ്ടാക്കുന്നതിന് വേണ്ടി വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു 4-5 പീസ് കപ്പ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് വേകുന്ന കപ്പ വേണം ഈ ഒരു ബോണ്ട ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ എടുക്കാൻ. അപ്പോൾ ആ കപ്പയൊന്ന് ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു 150 ഗ്രാം ശർക്കര ഞാൻ ഉരുക്കിയിട്ട് അതൊന്ന് അരിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്താണ് നമ്മൾ ഈ ഒരു ബോണ്ട തയ്യാറാക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ പീസാക്കി നമ്മൾ ഉണ്ണിയപ്പത്തിനൊക്കെ ഇടത്തില്ലേ, അതേപോലെ. പിന്നെ നമുക്ക് വേണ്ടുന്നത് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. ഒരു നുള്ള് സോഡാപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം വരുന്ന എള്ള് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിന് വേണ്ടുന്ന ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു ബോണ്ട തയ്യാറാക്കുന്നതിന് വേണ്ടി ആവശ്യമുള്ളത്. അപ്പം നമുക്ക് ആദ്യം ഈ പുഴുങ്ങി വെച്ചിരിക്കുന്ന കപ്പ നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ആദ്യം. അപ്പം ഈ കപ്പ നമുക്ക് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കാം. ഇതിൻ്റെ നാരൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നന്നായിട്ട് വെന്ത് ഉടയുന്ന കപ്പ വേണം നമ്മൾ ഈ ഒരു ബോണ്ട തയ്യാറാക്കുന്നതിന് വേണ്ടി എടുക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ കപ്പ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ മിക്സിക്കകത്തൊന്നും ഇടേണ്ട കാര്യമില്ല. ഇതേപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുത്താൽ മതി. കപ്പ ഇവിടെ നന്നായിട്ട് ഞാൻ ഈ സ്പൂൺ വെച്ചിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. കുറച്ചൊക്കെ കരട് കിടന്നാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ബോണ്ട തിന്നുമ്പോൾ അതൊന്ന് കടിക്കാൻ കിട്ടുന്നത് നല്ലതാണ്. അപ്പം നമുക്കിനിയും ബാക്കി ഓരോ സാധനങ്ങളും കൂടെ ഇതിനകത്തിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ആദ്യം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മൈദയും ഗോതമ്പ് പൊടിയും ഇതിനകത്തിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. മൈദയും ഗോതമ്പ് പൊടിയും ഒരേ അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ബാക്കി എടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത്, പിന്നെ ഉപ്പുണ്ട്, എള്ള്, സോഡാപ്പൊടി, ജീരകം, ഏലക്കാപ്പൊടി, ഇത്രയും സാധനങ്ങളും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിനകത്തിലോട്ട് കുറേശ്ശെ മധുരത്തിന് വേണ്ടിയിട്ടുള്ള ശർക്കരയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ആദ്യമേ നമ്മളെല്ലാം കൂടെ എടുത്തങ്ങ് ഒഴിക്കരുത്. ഇതേപോലെ കുറേശ്ശെ ഒഴിച്ചിട്ട് അതിൻ്റെ പരുവത്തിന് കുഴച്ചെടുക്കണം. ഇപ്പം നമ്മുടെ മാവ് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മളിത് ഒന്ന് തയ്യാറാക്കിയെടുക്കാൻ. അപ്പം മാവ് കുഴച്ചിട്ട് ഉടനെ വേണമെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു അരമണിക്കൂർ ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഉടൻ തന്നെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെക്കാം. നമ്മുടെ മാവിനെ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇത് ഏകദേശം ഒരു അരമണിക്കൂറായിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ബോണ്ട ഒന്ന് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം.
ഓയിൽ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഞാനിതിപ്പോൾ സ്പൂൺ കൊണ്ട് തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കുവാണേ. അത്രയും ഒന്ന് റെഡിയായിട്ട് നമുക്ക് അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാവേ. നാലുമണിക്കൊക്കെ നമുക്ക് കപ്പയൊക്കെ ഉള്ള സമയത്ത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ നമുക്ക് പറ്റുന്ന വളരെ രുചികരമായിട്ടുള്ള ഒരു ബോണ്ടയാണിത്. ഞാൻ തന്നെ ഇതിന് കപ്പ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് ബോണ്ടയെന്ന് അങ്ങ് പേരിട്ടതാ കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ കപ്പ കൊണ്ടുള്ള ബോണ്ട ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബോണ്ടയാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത ഒരു നല്ല വീഡിയോയുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.